ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ ലോകത്തിൻ്റെ മുമ്പിൽ തോറ്റവനെ പോലെ തോന്നാം. ലോകം അവനെ പരിഹസിക്കാം. അവൻ്റെ വഴി ബുദ്ധിമുട്ടിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ക്ലേശത്തിൻ്റെയും വഴിയാകാം. എന്നാലും ദൈവത്തിൻ്റെ കണ്ണിൽ അവൻ എന്നും വിജയിക്കുന്നവനാണ്. കാരണം അവൻ യേശുവിൻ്റെ പാതയിൽ നടക്കുന്നവനാണ്. ലൂക്കാ സുവിശേഷത്തിൽ ക്രിസ്തു എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശ് വഹിച്ച് എന്നെ അനുഗമിക്കട്ടെ എന്ന്. ഇന്നത്തെ ലോകം ചിന്തിക്കുന്നത് ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് ലഭിക്കും എന്നാണ്. പക്ഷേ ക്രിസ്തു ശിഷ്യൻ ചിന്തിക്കുന്നത് എനിക്ക് ക്രിസ്തുവിന് എന്ത് കൊടുക്കുവാൻ കഴിയും എന്നാണ്. കാരണം യഥാർത്ഥ സ്നേഹം സ്വീകരിക്കുന്നതിലല്ല, നിസ്വാർത്ഥമായി നൽകുന്നതിലാണ്. ഇങ്ങനെ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് കഴിയണമെങ്കിൽ നാം എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നവനായിരിക്കണം. അപ്പോൾ നമുക്കും പൗലോസ്ലീഹയെ പോലെ പറയുവാനായിട്ട് സാധിക്കും, ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന്. സ്വന്തം ഹൃദയത്തിലും പ്രവൃത്തിയിലും ക്രിസ്തുവിനെ കൊണ്ടു നടക്കുന്നവനാണ് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യൻ. അങ്ങനെ ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.